പീതാംബരനെ നിർത്തിയാലേ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അതിന് പീതാംബരൻ എവിടെ? പീതാംബരൻ തിരിച്ചു വരും. ആദ്യം നോമിനേഷൻ നമുക്കങ്ങ് കൊടുക്കാം. അപ്പോഴാവും അജ്ഞാത ഹൃദയത്തിന്റെ വാർത്ത പത്രത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് പിൻവലിക്കാം. ജീവനോടെ വരുന്നത്. ഞാൻ അന്തരിച്ചു എന്നുള്ള പ്രചരണം നുണയാണ്. ഇത് നോക്ക്, ഞാൻ അന്തരിച്ചിട്ടില്ല. എന്തു പറ്റിയതായിരുന്നു? എവിടെയായിരുന്നു? കുറച്ച് ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മരണവക്ത്രത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചിട്ട് വരികയാണ്. അതാ കാണാതെ. ഈ ആലുങ്ക വഴുക്കുമ്പോ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തേ? വാ. എന്നാത്തിനാ ഇത്രയും ആലോചിക്കുന്നേ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് പറഞ്ഞാൽ മമ്മാടെ കുറിച്ചിട്ടി ചേരുന്ന പോലെ ഉള്ളൂ. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനിയിപ്പൊ പീതാംബരന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പോരായ്മ ഈ കരക്കാർക്കാ. ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രാപകലില്ലാതെ ഓടി നടക്കുന്ന പീതാംബരൻ ഈ പഞ്ചായത്തിനെ മൊത്തമായി സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് പിന്മാറിയെന്ന് കരക്കാർ ചോദിക്കും. എന്ത് സമാനം പറയും? അതെ, പ്രവർത്തിക്കുന്ന കാര്യം ഓർത്തൊന്നും പീതാംബരൻ വിഷമിക്കണ്ട. കുവൈറ്റിൽ നിന്ന് വിളി വരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. അതിനൊരു മാസത്തേക്കല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണം. സ്വതന്ത്രനായിട്ട് നിന്നാ മതി. പീതാംബരൻ സ്ഥാനാർത്ഥിയാന്ന് അറിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ നോമിനേഷൻ കൊടുക്കാൻ മുതിരത്തില്ല. എന്നാലും ചില മിടുക്കന്മാര് മുതിരും. അങ്ങനെ വല്ലവനും മുതിർന്ന അവൻ കെട്ടിവെക്കുന്ന കാശ് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടതുപോലെ കരുതിയാ മതി. അല്ലേ പീതാംബര? അച്യുതൻ നായർ നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിയാ പോരെ? വോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടല്ല, അതുകൊണ്ട് തന്നെ. ഞാൻ നിന്നാ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാലും വോട്ട് ചോദിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാ. അല്ല, അതിന് പീതാംബരൻ വോട്ട് ചോദിച്ചു ചെല്ലണോന്ന് ആര് പറഞ്ഞു? നാണംകട ഞങ്ങളുണ്ടല്ലോ. അത് ശരിയാ. അത്രയും കാലമെങ്കിലും നാട്ടുകാരുടെ വലി കുറയുമല്ലോ. നാട്ടുകാരെ വലിപ്പിക്കാൻ ഞാൻ എന്തുവാടാ പൊതുമേഖലാ സ്ഥാപനമോ? എന്നാൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, അങ്ങോട്ട് സമ്മതിക്കേ. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കാം. ചുമ്മാകറി നില്ലേ. ഒന്നീ ജയിക്കും അല്ലെങ്കിൽ തോക്കും, രണ്ടിലൊന്ന് ഉറപ്പാ. ഒരു മിനിറ്റ്. ചെല്ല് ചെല്ല്, ഇപ്പോഴേ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ആ വോട്ടും പോവും. ഒന്നും പറയാതെ കുഞ്ഞു വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസമായി. എന്നിട്ടുള്ള എന്തിനും സഭ കൂടുക? അമ്മയും പെങ്ങന്മാരും ഇതുവരെ ഉണ്ടിട്ടുമില്ല, ഉറങ്ങിട്ടുമില്ല. അല്ല, ഞാൻ ബാങ്കുകാരുടെ കടലാസ് വന്നിട്ടുണ്ട്. അധ്യക്ഷന്റെ മോൻ സുഗുണന്റെ ഇപ്പോഴത്തെ പണി നഷ്ടത്തിലാ. ആര് പറഞ്ഞു? ദേവൻ പറയുന്നത് കേട്ടു. കുഞ്ഞു വീട്ടിലേക്ക് ചെല്ലേ, അങ്ങനെയെങ്കിലും അവർക്കൊരു തഞ്ചമാവട്ടെ. കുമാരചേട്ടൻ എവിടേക്കാ? ഒന്ന് ആശുപത്രി വരെ പോവാ, ഒരു ചെറിയ നെഞ്ചുവേദന. എന്നാ ഞാനും കൂടെ വരാം. ഒറ്റക്ക് പോണ്ട. ഉടുതുണിയിൽ ഊര് നടക്കുന്ന മാതിരി മുണ്ടേ പറ്റി പോകാതെ കുഞ്ഞു വീട്ടിലോട്ട് ചെല്ലേ. 3-4 ദിവസമായിട്ട് ബാക്കിയുള്ളവരോട് എങ്ങനെയാ കഴിഞ്ഞെന്ന് നീ അറിഞ്ഞോ? തീ തിന്നായിരുന്നു. വീട്ടിലോട്ട് കയറി വന്നതോ പുതിയൊരു ഏടാകൂടായിട്ട്. എന്താ നിന്റെ ഭാവം? ഞാനവർക്ക് വാക്ക് കൊടുത്തു. കൊടുത്തെങ്കിൽ അതിങ്ങ് തിരിച്ചെടുത്തേക്ക്. അല്ലാതെ തന്നെ ഇവിടെ ഇരിക്കപ്പുറത്തില്ല. ഇനിയിപ്പൊ തെരഞ്ഞെടുപ്പിന് നിൽക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. അമ്മയ്ക്ക് സമ്മതമായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എടാ, അമ്മയുടെ സമ്മതം ഇതുവരെ നീ ചോദിച്ചിട്ടുണ്ടോ? നാട്ടുകാർ നിന്നിട്ട് കുരങ്ങ് കളിപ്പിക്കുക. അതുമല്ല നിനക്കറിയോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാൻ നിന്നാ ജയിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടല്ല അമ്മ എന്നെ നിർത്തുന്നത്. അല്ലെങ്കിൽ ഇക്കാലത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കാനാണോ ആളെ കിട്ടാത്തത്? കൂടെ പഠിച്ചവരാരോ കമ്പനി തുടങ്ങുമ്പോ നിനക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. നീ പഞ്ചായത്ത് മെമ്പറായിട്ട് നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ച് നടന്ന കമ്പനിയിലെ ജോലി ആരും ചെയ്യടാ. അത് ശരിയാണല്ലോ. ഞാൻ അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അതാ പറഞ്ഞത്, എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒന്ന് ആലോചിക്കണമെന്ന്. തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. മറുപടി ഒന്നും പറയാതെ പോയാലെങ്ങനെ? വലിയടത്ത് കേശവൻ നായർക്ക് ഒരു ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. തല പോയാലും കേശവൻ നായർ അതിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. മകനും അങ്ങനെ ആയിരിക്കുന്നു കരുതി തെറ്റി. രസീത് ബുക്കും അഭ്യർത്ഥന അടിക്കാൻ കൊടുത്തിട്ട് വരുന്ന വഴിയാ. ഈ വഴിയിൽ വെച്ച് തന്നെ പീതാംബരൻ കാല് മാറുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? ആലോചിച്ച് നോക്കിയപ്പോ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. പീതാംബരനായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. സ്വന്തം മകനെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ സ്വമനസാലെ ഒരമ്മയും സമ്മതിച്ചിട്ടില്ല. ഇത് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഏത് അധ്യായത്തിലാണെന്ന് കൂടി പറഞ്ഞു കൊടുത്താട്ട്. ആണുങ്ങൾക്ക് വാക്കാ പീതാംബര വലുത്. അത് പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് സൗകര്യം പോലെ മാറ്റാനുള്ളതല്ല. എന്റെ മമ്മ എങ്ങാനും ആയിരിക്കണം എന്നെ ഉന്തി തള്ളി ഇറക്കിയത്.
പഞ്ചായത്ത് മെമ്പറായെന്ന് കരുതി വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്ന് കാർത്തിയാനിയമ്മ പറഞ്ഞത് ലോകപരിചയമില്ലാത്തതുകൊണ്ടാ. വെള്ളക്കാരെ ഓടിക്കാൻ നടന്നതിനിടയിലും ഗാന്ധിജി നൂലുണ്ടാക്കിയില്ലേ? അങ്ങനെ പറഞ്ഞോട്. അപ്പോ നിക്കല്ലേ? അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കണു? നല്ല നല്ല പിള്ളേകളെ നന്ദി പീതാംബരൻ ചേട്ടാ, പിന്നെ കുറച്ചു നേരമായി പുതിയൊരു ബോട്ടുകാരെ നമ്മുടെ പുഴയെ കിടന്ന് കറങ്ങുന്നുണ്ട്. അറവാച്ചന്റെ ആളാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞ, അറവാച്ചന്റെ മോൻ സ്ഥാനാർത്ഥി ആര് പറഞ്ഞു? അസനാരിക്ക. പിന്നെ വേറെ ഒത്തിരി 2-3 പേരുടെ നിൽക്കുന്നുണ്ടെന്ന്. അധ്യക്ഷൻ പറഞ്ഞത് വേറെ ആരും നിൽക്കുന്നില്ലെന്നാണല്ലോ. ഒരു പൊതു തിരഞ്ഞെടുപ്പ് ആവുമ്പോ വേറെ ആരും കേറി നിൽക്കരുത് എന്ന് പറയുന്നത് മര്യാദകേടാ. ഇതിലോട്ട് തട്ടിയാട്ടെ പോകട്ടെ. സാറേ, സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. നിനക്കല്ല, നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളുടെ. നമുക്ക് ശുക്രദശയല്ലേ, ഏതായാലും ഇനി പിന്മാറുന്ന ആണുങ്ങൾക്ക് യോജിച്ചതല്ല. അറവാച്ചന്റെ മോനെ എങ്ങനെങ്കിലും തോപ്പിക്കണം. ചേമ്പല മുഴുവൻ വെട്ടിയെടുക്കാൻ താമസിച്ചില്ല. ദ്രോഹി. പൊതുജന സേവനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ പീതാംബരനെയാണോ, നാട്ടുകാരുടെ മുഴുവൻ ചോര ഊറ്റിക്കുടിക്കുന്ന സാമൂഹ്യദ്രോഹിയായ അവരാച്ചപുത്രനെയാണോ ഈ നാട്ടുകാർക്ക് ആവശ്യമെന്ന് നമുക്കൊന്നറിയണം. മക്കൾ രാഷ്ട്രീയത്തിനൊരു അറുതി വരുത്തണം. ഇതെങ്ങനെയാ മക്കൾ രാഷ്ട്രീയമാവുന്നത്? അവർ അച്ഛൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. എന്നാലും അയാൾ ഒരു തന്തയല്ലേ. അതുള്ളതാ. കാട് കയറണ്ട. നാം ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, പീതാംബരൻ പുഷ്പം പോലെ ജയിക്കും. സുഹൃത്തുക്കളെ, പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല. അന്നേ ഞങ്ങൾ പറയുമായിരുന്നു പീതാംബരൻ ഒരു യേശുക്രിസ്തു ആവുമെന്ന്. ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല. ഈ പീതാംബരനിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും പീതാംബരൻ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പോഴേ കൊതിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ 1000 കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് പീതാംബരൻ. മാത്രമല്ല ഈ നാട്ടിന്റെ പീതാംബരൻ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നിപ്പറയുകയാണ്. ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. പീതാംബരൻ ജനസമ്മതനാണ്, പരോപകാരിയാണ്. പീതാംബരന് മറയില്ല, കറയില്ല, രാഷ്ട്രീയ കുപ്രസിദ്ധിയില്ല. പീതാംബരൻ ജയിച്ചാൽ ഞങ്ങളൊക്കെ ചേർന്നായിരിക്കും ഈ പഞ്ചായത്ത് ഭരിക്കുക. അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ. പീതാംബരന് ഭരണപരിചയം കുറവാണെങ്കിലും എന്റെ ഉപദേശത്തിലൂടെ ഞാൻ അത് നേരെയാക്കിക്കൊള്ളാം. വാഗ്ദാനം കൊടുക്ക്. കടത്തുകൂലി വെട്ടിക്കുറയ്ക്കും, തേങ്ങ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കും, ഈ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ പാമോയിൽ ഒഴുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ മുഖച്ഛായ അടിമുടി മാറ്റും. പീതാംബരൻ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക, എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ നിലംപരിശാക്കുക. കരിഞ്ചന്തക്കാർ തുലയട്ടെ, നന്മയുടെ പ്രതീകം വിജയിക്കട്ടെ. ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പീതാംബരനെ ക്ഷണിച്ചുകൊള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞ വിശേഷണങ്ങൾ എനിക്കിണങ്ങുമെന്ന് തോന്നുന്നില്ല. സാമൂഹ്യ സേവനം നടത്താൻ സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല. എന്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ മത്സരത്തിന് തയ്യാറായത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം അവകാശമാണ്.
സ്വതന്ത്രമായും മാത്രം അത് വിനിയോഗിക്കുക. പരപ്രേരണക്ക് വിധേയമായിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്കാണോ എന്റെ എതിർ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി സുഹൃത്തുക്കളെ. ഞാൻ തോറ്റുപോയാലും നിങ്ങളോടുള്ള എന്റെ സമീപനം പഴയതുപോലെ തന്നെ ആയിരിക്കും. നന്ദി, നമസ്കാരം. പീതാംബരനെ കൊണ്ട് ഇനി പ്രസംഗിപ്പിക്കണ്ട. ഗൊൺസാൽവസ് അച്ഛന്റെ ചരമ പ്രസംഗം പോലെ ഇരുന്നു. ശരിയാ, ഇലക്ഷൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ഒരു ആവേശമൊക്കെ വേണ്ടേ? പീതാംബരം പ്രസംഗിച്ചില്ലെങ്കിലും ആ സമയം കൂടി അധ്യക്ഷൻ പ്രസംഗിക്കും. പ്രസംഗിച്ചോട്ടെ, കാക്കയുടെ കൊതിയും തീരും, പശുവിന്റെ കടിയും മാറും. അതുള്ളതാ. പിന്നെ ആ. രസീത് ബുക്ക് അതേപോലെ ഇരിക്കുക. വോട്ട് മാത്രം ചോദിച്ചാ പോരാ, പിരിവും കൂടി ചോദിക്കണം. സ്വന്തം സ്ഥാനാർത്ഥിയാ, ഇഷ്ടം പോലെ പിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ശരിയാ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പീതാംബരന് കിട്ടാനുള്ള വോട്ട് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിരിവിലായിരിക്കണം. കുവൈറ്റിൽ നിന്ന് വിളി വരുന്നത് വരെയുള്ള പിരിവിനെ ഞാനുള്ളൂ. അപ്പൊ നീ അടുത്ത കാലത്തൊന്നും പോകാൻ പോകുന്നില്ലെന്നർത്ഥം. ഏ? അയ്യോ